അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധവും പരിഭാവനവുമായ റമളാൻ ഇതാ നമ്മിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. റഹ്മാനായ നാഥ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമെന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്ന് നോമ്പ് തന്നെയാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അല്ലാഹ് പറയാണ്, ആ മാസം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ്. ആ നോമ്പിന് ധാരാളം മേഖലകളുണ്ട്. ആ നോമ്പ് തുടങ്ങുന്നത് തന്നെ അത്താഴം മുതലാണ്. അതെ, അത്താഴം മുതൽ തുടങ്ങുന്ന കർമ്മമാണ് പരിശുദ്ധമായ നോമ്പ്. അതുകൊണ്ട് തന്നെ ആ അത്താഴത്തിന് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. കേവലം ഒരു വയറ് നിറക്കലല്ല അത്. പകലും സമയത്ത് നോമ്പെടുക്കുമ്പോൾ ആരോഗ്യം കിട്ടുവാനുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല അത്. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണേ. അഥവാ അത്താഴം കഴിക്കൽ അത് ഇബാദത്തിന്റെ ഒരു ഭാഗമായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഫഇന്ന ഫിസ്സുഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ ബർക്കത്തുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. അതൊരു അനുഗ്രഹീത സമയമാണ്, അതൊരു അനുഗ്രഹീത ഭക്ഷണമാണ്. അതിൽ പ്രത്യേകമായി അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇബാദത്തായി, അതൊരു സുന്നത്തായി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമില്ലെങ്കിൽ പോലും വലൂകാന ജുർഅതൻ ബിൽ മാ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും, ഒരു മുറുക്ക് വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ ആ പുണ്യം നഷ്ടപ്പെടുത്തരുത്. അതൊരു മഹാപുണ്യമാണ്. ആ സമയവും പുണ്യമുള്ളതാണ്. ആ സമയത്ത് നടത്തുന്ന ഭക്ഷണം കഴിക്കൽ പോലും അതൊരു ഇബാദത്തായി പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. ഭക്ഷണം കഴിക്കൽ പോലും ഇബാദത്താണോ? അതേ, ആകുന്നുണ്ട്. അതാണ് അത്താഴം എന്നുള്ളത്. പല ആൾക്കാരും മനസ്സിലാക്കിയുള്ളത് അത്താഴം നേരത്തെ, ചില ആൾക്കാരുള്ള വേറൊരു അന്ധവിശ്വാസമുണ്ട്. അഥവാ പഴമക്കാരൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, അത്താഴം കഴിച്ചാൽ വിശക്കണം എന്നാണ്. അഥവാ നേരത്തെ അവർ അത്താഴം കഴിക്കും, അത് സുന്നത്തിനെതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഉമ്മത്ത് അത്താഴത്തെ പിന്തിക്കുന്ന സമയം എത്രയും അവർ ഖൈറിലാണ്. അഥവാ റസൂലുള്ളാഹിന്റെ അത്താഴത്തിന്റെയും സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഇടയിൽ സ്വഹാബത്ത് പറയാണ്, ഖദ്റ 50 ആയ, ഒരു 50 ആയത്തോതാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു സമയം തിരഞ്ഞെടുത്ത് ആ ഒരു രീതിയിൽ നാം അത്താഴം കഴിക്കുക. അത് പുണ്യമുള്ള സമയമാണ്, പുണ്യമുള്ള ഭക്ഷണമാണ്. അതിൽ പ്രത്യേകമായി അല്ലാഹു തആല അനുഗ്രഹം ചൊരിയുന്നുണ്ട്. മാത്രമല്ല ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിനോട് അത്താഴ സമയത്ത് അവർ പാപമോചനം നടത്തും. മുസഹിരീങ്ങളാകുന്ന സമയത്ത്, അത്താഴ സമയത്ത് റബ്ബിനോട് പൊറുക്കലിനെ തേടുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള അരമണിക്കൂർ നേരം അത് ഖുർആൻ പാരായണവും ദിക്റും പ്രാർത്ഥനകളും ഒക്കെയായിട്ട് സജീവമാക്കുക. ആ ഒരു സമയവും പുണ്യമാണ്, ആ നേരത്തെ ഭക്ഷണവും പുണ്യമാണ്. ആ ഒരു പുണ്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആ പ്രവാചകന്റെ ഒരു സുന്നത്തിനെ അതനുസരിച്ച് തന്നെ അത്താഴത്തെ പിന്തിച്ചുകൊണ്ട് തന്നെ ആ അത്താഴത്തെ സ്വീകരിക്കുക. അത് നോമ്പിന്റെ ഒരു കർമ്മമായി പ്രത്യേകം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. ആ സുന്നത്തിനെ സ്വീകരിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും പരിശുദ്ധമായ റമളാനിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.